നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടങ്ങൾ. വീടിന്റെ ഭിത്തി തകർന്നു വീണു. തെങ്ങ് കടപുഴകി വീണ് പശു ചത്തു. മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി കാലുകൾ നിലംപൊത്തി. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷം. ഒന്നര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 33 വയസ്സുള്ള സുഫാലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് BJP നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള ഇന്ത്യയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുന്നൂർകുളത്ത് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ 11 ജില്ലകളിലെയും 2 താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കാസർഗോഡ്, മലപ്പുറം, വയനാട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കുമാണ് അവധി. കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ശക്തമായ മഴയിൽ പുന്നയൂരിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സജ്ജീകരിക്കണമെന്ന് ദുരിതബാധിതർ. കനോലി കനാലിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. മഴ തുടരുകയാണെങ്കിൽ പല വീടുകളിലും ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാകും. പുന്നയൂർ, വെട്ടിപ്പുഴ, മന്നലാങ്കുന്ന്, എടയൂർ, കുഴിങ്ങര, അവിയൂർ എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതലും ദുരിതത്തിലായിരിക്കുന്നത്. പല വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എടയൂർ തറയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന പല വീടുകളുടെയും ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ്. മാറി താമസിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും 20 കിലോമീറ്റർ അകലെ കടപ്പുറം പഞ്ചായത്തിൽ സർക്കാർ സംവിധാനം ഒരുക്കിയതിനാൽ അസൗകര്യമുള്ളതായും പറയുന്നു. പലരും ക്ഷീര കർഷകരാണ്. വളർത്തുമൃഗങ്ങളും കോഴികളുമാണ് ഇവരുടെ ഉപജീവന മാർഗം. ഇവയെല്ലാം ഉപേക്ഷിച്ചു പോവുക എന്നത് പ്രായോഗികവുമല്ല. 1-ാം വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന് വീടുകൾ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പ് തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ ഉപകാരമാകും എന്ന് മെമ്പർ പ്രതികരിച്ചു. ഇപ്പോൾ അങ്ങോട്ടൊക്കെ യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ അരക്ക് ഒപ്പം വെള്ളം നീന്തിയിട്ട് ഇപ്പോൾ പോയി വന്നിട്ടുള്ളത്. അവിടെയുള്ള ആളുകൾ പലരും രോഗികളാണ്. സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പിന്നെ കാലിലൊക്കെ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. വെള്ളത്തിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് അവരുടെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന അവസ്ഥയുണ്ട്. വഞ്ചി ഇട്ടിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സമയത്ത് വഞ്ചി അപ്പുറത്തായതുകൊണ്ട് എനിക്ക് വഞ്ചി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ നടന്നു പോയിട്ടാണ് ഇപ്പോൾ വന്നത്. നിലവിൽ ഷെൽട്ടർ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഏകദേശം 10-17 കിലോമീറ്റർ അപ്പുറം കടപ്പുറം പഞ്ചായത്തിലാണുള്ളത്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസകരമാണ്. കാരണം ഇവരൊക്കെ വീടുകളിൽ പിന്നെ കാലികളെ വളർത്തുന്നവരുണ്ട്, മറ്റു കോഴി ഉൾപ്പെടെയുള്ള എന്നിവയൊക്കെ വളർത്തുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഇട്ട് വല്ലാതെ ദൂരെ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം കൂടെ ഇവർക്കുണ്ട്. പിന്നെ പലരും രോഗികളായതുകൊണ്ട് വളരെയധികം ദൂരെ. മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് ഭാരവാഹികൾ വെള്ളക്കെട്ട് പ്രദേശം സന്ദർശിച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ കടുത്ത അവഗണനയാണ് പ്രദേശവാസികളോട് കാണിക്കുന്നതെന്ന് ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. എടക്കഴിയൂർ 4-ാം കല്ല് പടിഞ്ഞാറ് പ്രദേശത്ത് 40ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത്. ഇവരുടെ കൃഷിയും നശിച്ചു. സെപ്റ്റി ടാങ്കുകൾ ലീക്കായി പകർച്ചരോഗങ്ങൾ വരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സമീപമുള്ള മദ്രസയിലേക്കും വെള്ളം കയറാറായ നിലയിലാണ്. ഇവിടെ നിർമ്മിച്ച കാനയ്ക്ക് സ്ലാബില്ലാത്തതിനാൽ യാത്രക്കാരും മദ്രസ വിദ്യാർത്ഥികളും കാനയിൽ വീണ് അപകടമുണ്ടാവുന്നത് പതിവാണെന്നും അശാസ്ത്രീയമായ രീതിയിലാണ് കാന നിർമ്മിച്ചിട്ടുള്ളതെന്നും മുസ്ലിം ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. 4-ാം കല്ല് വടക്കുഭാഗത്തുകൂടി കാന നിർമ്മിക്കണമെന്നത് ജനങ്ങൾ നാളുകളായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ അധികൃതർ അതിന് തയ്യാറായിട്ടില്ലെന്നും പറയുന്നു. റോഡുകളിലെ വലിയ കുഴിയിൽ ബൈക്ക് യാത്രക്കാർക്ക് വീണ് അപകടം സംഭവിക്കുന്നതും പതിവാണ്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഷക്കീർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M കുഞ്ഞിമുഹമ്മദ്, വാർഡ് പ്രസിഡന്റ് KV ഖാദർ ഹാജി, ജനറൽ സെക്രട്ടറി RV അസ്ഹർ തുടങ്ങിയവരാണ് വെള്ളക്കെട്ട് പ്രദേശങ്ങൾ സന്ദർശിച്ചത്. വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു.
ശക്തമായ മഴയിലും കാറ്റിലും പരൂർ ഡ്രീം പാലസിന് സമീപം വലിയ തേക്കുമരം കടപുഴകി വീണു. 6ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു. ഗതാഗതവും തകരാറിലായി. തിങ്കളാഴ്ച പുലർച്ചെയാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ വലിയ തേക്കുമരം കടപുഴകി വീണത്. ഇതോടെ ആറ്റുപുറം കൊച്ചന്നൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കാലടക്കം 6ഓളം പോസ്റ്റുകൾ ഒടിഞ്ഞു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തേക്ക് ശിഖരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനരാരംഭിച്ചു. തേക്കുമരത്തോട് ചേർന്ന് നിന്നിരുന്ന തെങ്ങും ഒടിഞ്ഞു വീണു. പ്രദേശത്ത് വൈദ്യുതി കേബിൾ, ഇന്റർനെറ്റ് സംവിധാനം തകരാറിലായി. KSEB ജീവനക്കാരും കേബിൾ TV ജീവനക്കാരും സ്ഥലത്തെത്തി തകരാറിലായ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ ഭിത്തി തകർന്നു വീണു. കടവല്ലൂർ വട്ടമാവ് പരേതനായ ചന്ദ്രന്റെ വീടിന്റെ പുറകുവശത്തുള്ള അടുക്കളയോട് ചേർന്ന ചുമരാണ് പൂർണ്ണമായും നിലം പൊത്തിയത്. ചന്ദ്രന്റെ ഭാര്യ ചന്ദ്രികയും മകൻ സന്തോഷും മുറിയിലായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വിവരമറിഞ്ഞ പഞ്ചായത്ത് ജനപ്രതിനിധികളും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കുഴിങ്ങര വടക്കേക്കാട് റോഡ്, പനന്തറ, ആൽത്തറ റോഡ് എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. യാത്രക്കാർ ദുരിതത്തിൽ. 2 ദിവസങ്ങളിലായി നിർത്താതെ പെയ്ത ശക്തമായ മഴയിലാണ് ഇരു റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമായത്. റോഡിന് ഇരുവശങ്ങളിലുമുള്ള പാടശേഖരങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് ഇതുമൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ടാക്സി വാഹനങ്ങൾ ആൽത്തറയിലേക്കും വടക്കേക്കാട്ടേക്കും വിളിച്ചാൽ ഓട്ടം വരാത്ത അവസ്ഥയാണുള്ളത്. സ്ത്രീകളടക്കമുള്ള ഇരുചക്ര വാഹനയാത്രക്കാരുടെ വാഹനങ്ങൾ വെള്ളത്തിൽ ഓഫാവുകയും എഞ്ചിനുകളിലേക്ക് വെള്ളം കയറി തകരാർ സംഭവിച്ച് വഴിയിൽ നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. കുഴിങ്ങര വടക്കേക്കാട് മുക്കഞ്ചേരി പാടശേഖരങ്ങൾക്കിടയിലെ റോഡ് ഉയർത്തുവാനായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പറുടെ നേതൃത്വത്തിൽ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. തെക്കിനിയടത്ത് പടി മുതൽ കുഴിങ്ങര പള്ളി വരെയുള്ള ഭാഗം കണ്ടുബസാർ തമ്പുരാൻപടി റോഡിൽ ഉൾപ്പെട്ടതാണെന്നും അതല്ല കൊച്ചന്നൂർ മന്ദലാങ്കുന്ന് PWD റോഡിൽ ഉൾപ്പെട്ടതാണെന്നുമുള്ള തർക്കമാണ് റോഡ് ഉയർത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ചാവക്കാട് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ഏനാമാവ് റോഡിനോട് ചേർന്ന ഭാഗം വെള്ളക്കെട്ടിൽ. PWD അധികൃതർ നടത്തിയ അശാസ്ത്രീയ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആക്ഷേപം. തന്മൂലം കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സമീപത്ത് ഓട്ടോ പാർക്കും നിലവിലുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിക്കും PWD അധികൃതർക്കും കളക്ടർക്കും നിവേദനം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് പശു ചത്തു. എളവള്ളി പഞ്ചായത്തിലെ വാഗ മാണിക്യത്ത് വിശ്വനാഥന്റെ വീട്ടിലെ പശുവാണ് ചത്തത്. കറവ ഉണ്ടായിരുന്ന പശുവിന്റെ പാല് വിറ്റാണ് കുടുംബം ഉപജീവനം നടത്തിയിരുന്നത്. ഏക വരുമാനമാർഗം നിലച്ച അവസ്ഥയിലാണ് വിശ്വനാഥനും കുടുംബവും. എളവള്ളി ക്ഷീര വ്യവസായ സംഘത്തിൽ അംഗമാണ് വിശ്വനാഥൻ. ഏകദേശം 80,000 രൂപയുടെ നഷ്ടമാണ് പശു ചത്തതുമൂലം കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. എളവള്ളി മൃഗാശുപത്രിയിൽ ഡോക്ടർ അൻഷാദിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പശുവിന്റെ ജഡം സംസ്കരിച്ചു. 1.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 33 വയസ്സുള്ള സുഫാലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 1.321 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വടക്കേക്കാട് പോലീസും ചേർന്നാണ് കഞ്ചാവ് വേട്ട നടത്തിയത്. പ്രതി കേരളത്തിൽ കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അണ്ടത്തോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ താമസിച്ചാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വടക്കേക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ ബാബുരാജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത്ത്, നിബു, നിഷാദ് എന്നിവരടങ്ങിയ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്ലാസ്റ്റിക് സഞ്ചിയിൽ നിറച്ച് സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത്. എരുമപ്പെട്ടി നെല്ലുവായ് സെന്ററിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് യുവാക്കൾക്ക് പരിക്കേറ്റു. മങ്ങാട് സ്വദേശികളായ ജിറ്റസ്, ക്രിസ്റ്റോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 2 പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ ആയിരിക്കരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് BJP നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള ഇന്ത്യയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. പുന്നീർകുളത്ത് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സഖാവ് അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലാണ്
മണ്ഡലത്തിന്റെ വിവിധ ലോക്കൽ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഖാക്കൾ ചർച്ച നടത്തിയതെന്നാണ് ഇപ്പോൾ ഒരു ലബോറട്ടറിയിലും കൊണ്ടുപോയി പരിശോധിക്കാതെ തന്നെ ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യമാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഇന്ത്യയുടെ പ്രത്യേകതയായ ബഹുസ്വരതയെ ഇല്ലാതാക്കി ഫെഡറൽ മര്യാദ തകർക്കുകയാണ് BJP സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുന്നയൂർകുളത്ത് കാനം രാജേന്ദ്രൻ നഗറിൽ നടത്തിയ സമ്മേളനത്തിൽ CV ശ്രീനിവാസൻ പതാക ഉയർത്തി. IK ഹൈദരാലി രക്തസാക്ഷി പ്രമേയവും PK രാജേശ്വരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. K ജ്യോതിരാജ്, IK ഹൈദരാലി, ബിനീഷ് ചില്ലിക്കൽ, അനീഷ്മ ഷനോജ് എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സ്വാഗത സംഘം കൺവീനർ PT പ്രവീൺ പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ അഡ്വക്കേറ്റ് PK മുഹമ്മദ് ബഷീർ, രാജേശ്വരൻ, ശ്രീനിവാസൻ, ഗീതാരാജൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CN ജയദേവൻ, VS സുനിൽകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. സാധാരണ ജനങ്ങളുടെ ഏക ആശ്രയമായ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മെഡിക്കൽ ഓഫീസർക്ക് നിവേദനം നൽകി. മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. മരുന്ന് വിതരണത്തിലുള്ള ഫാർമസിയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കുന്നുമില്ല. ഇതുമൂലം നിരവധി രോഗികൾ നിരാശരായി മടങ്ങിപ്പോകുന്നത് പതിവാണ്. നിലവിലെ സാഹചര്യത്തിൽ അധികമായി ഒരു ഡോക്ടറെ കൂടി നിയമിക്കുകയും ഫാർമസി ഉൾപ്പെടെയുള്ള അനുബന്ധ സേവനങ്ങളും വൈകുന്നേരം വരെ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകരായ മുസ്ലിം ലീഗ് പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി, സെക്രട്ടറി ഹുസൈൻ വലിയകത്ത്, CM ഗഫൂർ, അഷ്റഫ് ചോലയിൽ, ഫസലു ഐനിക്കൽ തുടങ്ങിയവർ നിവേദനം നൽകിയത്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂറും ചികിത്സ നൽകാനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. നിർത്തിവെച്ച കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം നൽകുക, നിലവിലെ OPയിലേക്ക് പ്രായമായവർക്കും അവശരായവർക്കും എത്തിച്ചേരുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയിട്ടുള്ളത്. വാഹനങ്ങളും വീൽചെയറും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായതിനാൽ അവശരായ രോഗികളെയും പ്രായമായവരെയും എടുത്തുകൊണ്ടാണ് OPയിൽ ഇപ്പോൾ എത്തിക്കുന്നത്. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും അനാസ്ഥയാണ് ഇത്തരം ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വികസന സമിതി യോഗം യഥാസമയങ്ങളിൽ ചേരാറില്ലെന്നും അധികൃതരുടെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലായ്മയാണ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അറിയിച്ചു. മഴക്കാല രോഗങ്ങൾ പടർന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് 4 പഞ്ചായത്തിലെ രോഗികൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇവിടെ OPയിൽ മതിയായ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് ഇന്ന് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കാനിടയായത്. ഇവിടെ ഒരുപാട് രോഗികൾ വരികയും എന്നാൽ അവർക്ക് ആവശ്യമായ പൂർണ്ണമായ രീതിയിലുള്ള ചികിത്സയും അതുപോലെ മരുന്നുകളും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായമായ ആളുകളെ എടുത്തു കൊണ്ടുപോയി അവിടെ OPയിൽ കാണിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ള അടിയന്തരമായി പ്രായമായി ഡോക്ടറെ കാണാൻ വരുന്ന രോഗികൾക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് ഡോക്ടറെ കണ്ട് മടങ്ങാവുന്ന ഒരവസരം അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സൂപ്രണ്ട് അടിയന്തരമായി കൈക്കൊള്ളാമെന്ന് ഞങ്ങൾക്ക് മറുപടിയും നൽകിയിട്ടുണ്ട്. നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വരുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ PS സുനീഷ്, NK കബീർ, K ഗോവിന്ദൻകുട്ടി, MC ഐജു, ഷെഫീന അസീസ്, AV ബിജു എന്നിവരും നിവേദനം നൽകുന്ന സംഘത്തിലുണ്ടായിരുന്നു. നോർത്ത് പറവൂരിൽ നിന്നും ഇന്ന് പുലർച്ചെ കാണാതായ 3 കുട്ടികളെ കുന്നംകുളത്ത് നിന്നും കണ്ടെത്തി. രാവിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഇവരെ കണ്ടത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ മാറ്റി. പറവൂരിലെ ഒരു ഹോസ്റ്റലിൽ നിന്നുമാണ് പ്രായപൂർത്തിയാക്കാത്ത 3 കുട്ടികളെ ഇന്ന് പുലർച്ചെ മുതൽ കാണാതായത്. ഉടൻ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും വിവരം അറിയിച്ചിരുന്നു. തുടർന്നാണ് യാത്രയ്ക്കിടെ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവരെ കണ്ടെത്തുന്നത്. നടപടികൾക്ക് ശേഷം നോർത്ത് പറവൂർ പോലീസിന് കൈമാറും. ഗുരുവായൂർ നഗരസഭ 12-ാം വാർഡ് അങ്ങാടിത്താഴം പഞ്ചാരമുക്ക് റോഡിനരികിൽ ചെറിയ തോടിൽ നിന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം നഗരസഭ കൊണ്ടുപോകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ശക്തമായി പെയ്യുന്ന മഴയത്ത് റോഡരികിൽ മാലിന്യം കൂട്ടിവെക്കുമ്പോൾ
മാലിന്യം തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുകയും വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമാവുകയും ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നഗരസഭ മാലിന്യം എടുത്തു മാറ്റണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരുമായ നൌഷാദ് അഹമ്മു, അനീഷ് പാലയൂർ, ഷജീർ അങ്ങാടി, ഷമീർ മോസ്കോ എന്നിവർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട നഗരസഭ ആരോഗ്യവകുപ്പ് തന്നെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നൌഷാദ് അഹമ്മു അഭിപ്രായപ്പെട്ടു. അല്ലെങ്കിൽ തോട്ടിലേക്കും പോകുന്ന അവസ്ഥ ഇല്ലാതാക്കുക, ഇതിന് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുക. പ്രദേശത്ത് ഈ വലിയ തോടുണ്ട്, വലിയ തോട്ടിലേക്കുള്ള കാനകൾ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കയറാത്തത്. ഈ കാനകൾ തുറന്നിട്ട് വെള്ളം എത്രയും പെട്ടെന്ന് കയറില്ല എന്നുണ്ടെങ്കിൽ ജുമാത്ത് പള്ളിയുടെ പരിസരങ്ങൾ, അതുപോലെ തന്നെ ഗമയ, എടപ്പള്ളി ഭാഗങ്ങളിൽ വെള്ളം കയറി, ഇന്ന് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പല വീടുകളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങി പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള കാനകളും വലിയ തോട്ടിലേക്കുള്ള വഴികളും അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഭാഗങ്ങളിൽ പരിശോധിച്ച് നടപടി ഉണ്ടാവണം. നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരം മഴക്കും മറ്റുള്ള ഇതിലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ 1ാമത് പുരുഷ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് സെന്റ് ജോസഫ് വേലൂപ്പാടം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. വനിതകളുടെ വിഭാഗത്തിൽ GVHSS പഴഞ്ഞി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ആദ്യ മത്സരത്തിൽ CK കബഡി അക്കാദമി ചേർപ്പിനെയും സെമിയിൽ ടൈറ്റാൻ നന്ദിക്കരയെയും ഫൈനലിൽ സെന്റ് ക്ലെയേഴ്സ് തൃശൂരിനെയും തോൽപ്പിച്ചാണ് GVHSS പഴഞ്ഞി കിരീടം നേടിയത്. മത്സരത്തിലെ മികച്ച റൈഡറായി പഴഞ്ഞിയുടെ നിവേദ്യ KS-നെയും മികച്ച ഓൾറൗണ്ടറായി പഴഞ്ഞിയുടെ ആഷിമ S-നെയും തെരഞ്ഞെടുത്തു. 21-ന് കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കേണ്ട തൃശൂർ ജില്ലാ ടീമിനെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ AG അനന്തകൃഷ്ണൻ, കൺവീനർ സാദിഖ് NI എന്നിവർ ചേർന്ന് പ്രഖ്യാപിച്ചു. പഴഞ്ഞി യങ്സ് കമ്മിറ്റി VK രാജന്റെ അനുസ്മരണാർത്ഥം രാജേട്ടൻ ഓർമ്മകളിൽ എന്ന അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. അനുസ്മരണ സദസ്സ് പഴഞ്ഞി മാർത്തോമ വികാരി ഫാദർ അനു ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരായ ഷാജൻ മാസ്റ്റർ, ബബിത ഷാജൻ, ഫാദർ സക്കറിയ കൊളന്നൂർ, CPIM ജില്ലാ കമ്മിറ്റി അംഗം ബാലാജി, കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ്, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെബിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. രൂക്ഷമായ വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ വെൽഫെയർ പാർട്ടിയുടെ നിരന്തരമായ സമരത്തെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണി വരെ 29.5 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന സോളാർ ഫെൻസിംഗ് നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ ആവശ്യപ്പെട്ടു. 3 മാസം മുമ്പ് K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചുവെങ്കിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ വൈകിപ്പിച്ചാൽ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. എളനാട് കരിമാങ്കുഴി പ്രദേശത്ത് കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ ചേലക്കര പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട്, പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷാജി CV, പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുട്ടി PA, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ഈ അന്തരീക്ഷത്തിൽ നിന്നും നമ്മളുടെ ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമാക്കണം. അവിടെ കൃഷിഭൂമി സംരക്ഷിക്കപ്പെടണം, വിളകൾ സംരക്ഷിക്കപ്പെടണം. അതിനാവശ്യമായ സ്വഭാവത്തിലുള്ള നടപടികൾ എത്രയും വേഗത്തിൽ ആക്കേണ്ടതുണ്ട്. അതിനുള്ള സ്വതന്ത്രമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ അത്ര ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങും എന്ന് ഒരു അകലാട് ഒറ്റൈനി അൽ മദ്രസത്തു സലഫിയ മദ്രസയിലെ പ്രവേശനോത്സവം നടന്നു. പ്രവേശനോത്സവ ഉദ്ഘാടനം പുന്നൂർ പഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ C അഷ്റഫ് നിർവഹിച്ചു. റഫീഖ് അകലാട് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷം പൊതുപരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. മദ്രസ മാനേജ്മെന്റ് അംഗങ്ങളായ കുഞ്ഞി മുഹമ്മദ്, VP മുഹമ്മദ് ഉണ്ണി, KM അലി തുടങ്ങിയവർ സംസാരിച്ചു. ജാസിർ സ്വാഗതവും MA അഷ്റഫ് നന്ദിയും പറഞ്ഞു. മദ്രസ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം കൊമേറ്റ് സർക്കിൾ 33-ാം പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കുന്നംകുളം ബദനി ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിഡന്റ് GG ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുതിയ വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് സാം C തോമസ്, സെക്രട്ടറി ജോ P തോലത്ത്, ട്രഷറർ ജോബ്സൺ ചെറിയാൻ, വൈസ് പ്രസിഡന്റ് സക്കറിയ ചീരൻ തുടങ്ങിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. ഡോക്ടർ റെജിൻ മാത്യു, ബെറ്റി എൽവിസ്, ശ്യാമളി കൃഷ്ണദാസ്, രഞ്ജൻ മാത്യു, ആനന്ദൻ കരുമത്തിൽ എന്നിവർ ആശംസകൾ നേർന്നു. ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC സന്ദേശം നൽകി.
SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബസംഗമവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH ഷെഫീഖ് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഉണ്ണി നായർ, നബീസ എന്നിവരെ ആദരിച്ചു. DCC സെക്രട്ടറി ബിജോയ് ബാബു, അഡ്വക്കേറ്റ് CB രാജീവ്, പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. കിടങ്ങൂർ നോങ്ങല്ലൂർ മരണാനന്തര സഹായ സമിതി അനുമോദന സദസ്സ് നടത്തി. സമിതി അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങ് വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KN ഷാജി അധ്യക്ഷത വഹിച്ചു. MV ഷനോജ്, KU സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. KK ജയപ്രകാശ്, OV വിജേഷ്, KB ഷെല്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വിജിത പ്രജി, രജനി പ്രേമൻ, അധ്യാപിക ജിഷ ജനാർദ്ദനൻ, കമ്മിറ്റി അംഗങ്ങളായ പ്രമോദ് മാധവൻ, രാജീവ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിലിലേക്ക് തെരഞ്ഞെടുത്ത വായനശാല പ്രസിഡന്റ് ഡേവിസ് മങ്ങാടിനെ ആദരിച്ചു. വായനശാല സെക്രട്ടറി PK മോഹൻദാസ് സ്വാഗതവും കമ്മിറ്റി അംഗം KS ശ്രേയ നന്ദിയും പറഞ്ഞു. കമ്മിറ്റി അംഗങ്ങളായ സമ്മദ് CA, രഘുകൃഷ്ണ, മിഷാൽ മാധവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവങ്കിടം നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. സമാജം ഓഫീസിൽ നടത്തിയ ചടങ്ങിന് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം മാനവവേദ സുവർണമുദ്ര കരസ്ഥമാക്കിയ E രാജു കലാനിലയം, ഗോവ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറൈൻ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ G ഹരികൃഷ്ണൻ, 50ലേറെ തവണ രക്തം ദാനം നൽകി സർക്കാർ അംഗീകാരം കരസ്ഥമാക്കിയിട്ടുള്ള പ്രഭാകരൻ മണ്ണൂർ, വിദ്യാർത്ഥി പ്രതിഭകളായ നീലിമ രാമകൃഷ്ണൻ, ആദിത്യൻ വിജയകുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. അംഗനവാടി മുതൽ ഡിഗ്രി വരെയുള്ള 150ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. A സുകുമാരൻ നായർ, ഉണ്ണികൃഷ്ണൻ ആലക്കൽ, സുരേന്ദ്രൻ മൂത്തേടത്ത്, ഗോപാലകൃഷ്ണൻ, ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലബ് ഹൗസിൽ നടന്ന മധുരിക്കും വിജയം 2025 അനുമോദന സദസ്സ് NSS സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പയ്യഴി ഉദ്ഘാടനം ചെയ്തു. GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, നിഷ അജിത് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ, രക്ഷാധികാരി K ബാബു നസർ, സെക്രട്ടറി ജിജു ജേക്കബ്, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ട്രഷറർ AM ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഏപ്രിൽ 13 നടത്തിയ ലഹരിവിരുദ്ധ സന്ദേശയാത്രയിൽ സ്പോർട്സ്, ഡാൻസ്, ഫുട്ബോൾ സ്കിൽ പെർഫോമൻസ് എന്നിവ നടത്തിയവർക്കും കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി, ക്ലബ്ബ് രക്ഷാധികാരി PS വിനു, ബാലൻ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AC ജോൺസൺ, PC തോംസൺ, TM ബഷീർ, ആദ്യകാല ഗോൾ കീപ്പർമാരായ അലി, ഷമീർ, വോളിബോൾ കോച്ച് നാസർ പാറമേൽ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച സൈനികർ, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവർ, വിട്ടുപിരിഞ്ഞ മുൻകാല ക്ലബ് അംഗങ്ങൾ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം 1-ാം വാർഡ് മഹാത്മാഗാന്ധി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരീക്ഷാ വിജയികളെയും ആദരിച്ചു. DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി K ഗോവിന്ദകുട്ടി അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകയും എരുമപ്പെട്ടി പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ KR രാധിക, സംരംഭകനും ഫോട്ടോഗ്രാഫറുമായ ബിജു ആൽഫ, ആർട്ടിസ്റ്റും യോഗാധ്യാപകനുമായ NP ശ്രീകുമാർ, ഡോക്ടർ അംബേദ്കർ കലാശ്രീ ദേശീയ അവാർഡ് ജേതാവ് KN കൃഷ്ണകുമാർ, യുവ അഭിഭാഷകൻ നന്ദൻ N നായർ, ജയൻ ക്യാപ്റ്റൻ ബിൽഡേഴ്സ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യാതിഥിയായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, പഞ്ചായത്ത് മെമ്പർ റീന വർഗീസ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ വിനോദിനി പാലക്കൽ, സഫീന അസീസ്, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് PS ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 100 വിദ്യാർത്ഥികൾക്ക് നോട്ടുപുസ്തകങ്ങൾ വിതരണം ചെയ്തു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ ആദരവ് 2025 നടത്തി. ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു.
യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. തൃശൂർ അതിരൂപത KLM പ്രസിഡന്റ് മോളി ജോബി, സംസ്ഥാന സെക്രട്ടറി ബിജു ചിറേത്ത്, തൃശൂർ രൂപത ജനറൽ സെക്രട്ടറി ബേബി വാഴക്കാല, ട്രഷറർ ഫ്രഞ്ചി ആന്റണി, വനിതാ വിഭാഗം പ്രസിഡന്റ് സീമ ഷാജു, സൈമൺ വടക്കൂട്ട്, ഔസേപ്പ് AA, ജോയ് CK, ഷൈനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും ഉന്നത വിജയം കൈവരിച്ചവരെയും തൃശൂർ അതിരൂപത ഫൊറോന ഭാരവാഹികളെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ഇരട്ടപ്പുഴ വേദവ്യാസ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ആനന്ദ് പണിക്കൽ അധ്യക്ഷത വഹിച്ചു. നാട്ടുകാരനും CRPF ഛത്തീസ്ഗഡ് ജവാനുമായ വൈശാഖ്, ഭാര്യ സിവിൽ പോലീസ് ഓഫീസർ തിരുവനന്തപുരം ചിന്നു കൃഷ്ണ എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. രാജു ശിവാനന്ദ്, AR രതീഷ്, പ്രദീപ് കുന്നത്ത്, വർഷ മണികണ്ഠൻ, KA ജയതിലകൻ, CS സുനിൽകുമാർ, RV ഹരിദാസ്, സുനിൽ കാരയിൽ, സോമൻജി, ദിലീപ് അമ്പലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9320 രൂപ, പവന് 74,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടങ്ങൾ. വീടിന്റെ ഭിത്തി തകർന്നു വീണു, തെങ്ങ് കടപുഴകി വീണ് പശു ചത്തു. മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി കാലുകൾ നിലംപൊത്തി. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷം. ഒന്നര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 33 വയസ്സുള്ള സുഫാലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ ആയിരിക്കരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് BJP നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള ഇന്ത്യയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. പുന്നയൂർകുളത്ത് CPI ഗുരുവായൂർ മണ്ഡല സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.